ഹലോ നമസ്കാരം. ഇത് MYXൻ്റെ പെർപ്പച്വൽ ചാർട്ടാണ് ഈ കാണുന്നത്. താഴത്ത് വോളിയം നമുക്ക് കാണാം. പിന്നെ ഇട്ടിരിക്കുന്ന മൂവിങ് ആവറേജ് 20, 50, 200. 200ൻ്റെ ലൈൻ ഇതിൽ കാണാത്തത് 200 ക്യാൻഡിൽസ് ഫോം ചെയ്യാത്ത കൊണ്ടാണ്. നമ്മൾ 200 MA എന്ന് പറയുമ്പോൾ ബാക്കിലേക്കുള്ള 200 ക്യാൻഡിലിൻ്റെ നോക്കിക്കൊണ്ടുള്ള മൂവിങ് ആവറേജ് പോയിൻ്റ് ആയിരിക്കും നമ്മൾ ആ ലൈനിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വോളിയം നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ആ ഒരു ഏറ്റവും വലിയ ഗ്രീൻ ബാർ കാണുന്നത് എവിടെയാണെന്ന് നോക്കുക. ആ 20 മൂവിങ് ആവറേജിനെ കട്ട് ചെയ്ത് ക്യാൻഡിൽ മുകളിലേക്ക് പോയപ്പോഴാണ് അത് വന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ യെല്ലോ ലൈൻ 20 മൂവിങ് ആവറേജിനെ ടച്ച് ചെയ്ത് അടുത്ത ഗ്രീൻ ക്യാൻഡിൽ കുറച്ച് വലിപ്പം വെച്ചപ്പോൾ അപ്പോഴും വോളിയം വന്നു. എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നൊരു മെത്തഡാണിത്. സിമ്പിളാണ്, പക്ഷേ നമ്മളിത് ആദ്യമായിട്ട് പഠിച്ചതാണ് ഇവിടെ അല്ലേ നമ്മുടെ ക്ലാസ്സിൽ. ഓക്കെ, വോളിയം കണ്ടു. ഇനി ഈ ചാർട്ട് കുറച്ചും കൂടി സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ പൊസിഷൻ തന്നെ. മുകളിൽ നിന്ന് ഒരു ഫോൾ വന്നിട്ട് കുറച്ച് ദിവസം അത് കൺസോളിഡേറ്റ് ചെയ്ത ശേഷം കുറച്ച് ഗ്രീൻ ബാർ വോളിയം താഴ്ത്ത് കാണുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാം ലാസ്റ്റത്തെ 2 ഗ്രീൻ ബാർ നല്ല വലിപ്പത്തിലുള്ളത്. ഇറ്റ് മീൻസ് ആൾക്കാർ ഇതിലേക്ക് കൂടുതൽ നോക്കി തുടങ്ങി ബൈയിങ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു ചാർട്ട് നിങ്ങളെടുത്തിട്ട് അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം. എന്തായാലും ഇതിവിടെ കിടക്കട്ടെ. നമുക്കൊരു 2-3 മാസം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസ് എവിടെയായിരിക്കുമെന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, താങ്ക് യു.